അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 55 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു. എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. വിലാപങ്ങളുടെ പുസ്തകം ആരെഴുതിയെന്ന് വ്യക്തമല്ല എങ്കിലും പുരാതന യഹൂദ പാരമ്പര്യത്തിലും ആദ്യകാല ക്രിസ്ത്യൻ പാരമ്പര്യത്തിലും വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത് യിരെമ്യാവാണെന്ന് സ്ഥാപിച്ചിരിക്കുന്നു. യിരെമ്യാവാണ് വിലാപങ്ങളുടെ പുസ്തകം എഴുതിയതെന്ന് സ്ഥാപിക്കുവാൻ അവർ കണ്ടെത്തിയ വാക്യം 2 ദിനവൃത്താന്തം 35-ാം അധ്യായം 25-ാം വാക്യമാണ്. എന്തു തന്നെയായാലും ബാബേൽ ചക്രവർത്തി യഹൂദയെ അടിമകളാക്കിക്കൊണ്ട് പോയതിനു ശേഷം ബാബേലിലെത്തിയ ജനം വളരെ കഷ്ടപ്പെട്ടു എന്നത് വിലാപങ്ങളുടെ പുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ നാം വായിച്ചു കേട്ട വിലാപങ്ങൾ 3-ാം അധ്യായം 55 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്ന സാഹചര്യങ്ങൾ യഹൂദായിൽ വെച്ച് യിരെമ്യാവിനുണ്ടായ കഷ്ടതകളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം യിരെമ്യാവിനോട് അരുളപ്പാടുകൾ അറിയിക്കും. യിരെമ്യാവ് ആ അരുളപ്പാടുകൾ രാജാവിനെ അറിയിക്കും. അരുളപ്പാടുകൾ ചെറിയ പ്രവചനങ്ങൾ അല്ലായിരുന്നു. ദേശത്തിൻ്റെ പാപങ്ങൾ നിമിത്തം ദൈവം യഹൂദ രാജ്യത്തോട് കോപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ബാബേൽ രാജാവ് വലിയ സൈന്യവുമായി വന്ന് യെരുസലേമിൻ്റെ മതിലുകൾ ഇടിക്കുകയും യെരുസലേം ദേവാലയം ചുട്ടുകളയുകയും ചെയ്യും എന്നായിരുന്നു യിരെമ്യാവിൽ കൂടി ആദ്യം പ്രവചിച്ചിരുന്നത്. എന്നാൽ യിരെമ്യാവ് പ്രവചിച്ച് കഴിയുമ്പോൾ അന്നുണ്ടായിരുന്ന ബാലിൻ്റെ പ്രവാചകന്മാർ പ്രവചിക്കുന്നത് ഇപ്രകാരമാണ്: ബാബേൽ ചക്രവർത്തി ഇവിടെ വരികയില്ല, ഒരു അമ്പ് ഇവിടെ എയ്യുകയുമില്ല. ഓരോ പ്രാവശ്യം യിരെമ്യാവ് ദൈവത്തിൻ്റെ അരുളപ്പാട് മായം ചേർക്കാതെ പ്രസ്താവിക്കുമ്പോൾ കള്ളപ്രവാചകനും ദേശത്തിലെ പ്രഭുക്കന്മാരും ദേശം ഭരിക്കുന്ന രാജാവും യിരെമ്യാവിനെ ഭയപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും പട്ടിണിക്കിടുകയും ആമത്തിലിടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കരഞ്ഞുകൊണ്ട് യിരെമ്യാവ് വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ രാജാവിനോടും പ്രഭുക്കന്മാരോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. യിരെമ്യാ പ്രവചനം 36-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യിരെമ്യാവ് ബാരൂക്കിനോട് പറയുകയാണ്: ഞാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് യഹോവയുടെ ആലയത്തിൽ പോകുവാൻ കഴിവില്ല. ആകയാൽ നീ ചെന്ന് എൻ്റെ വാമൊഴി കേട്ട് എഴുതിയ ചുരുളിൽ നിന്നും യഹോവയുടെ വചനങ്ങളെ യഹോവയുടെ ആലയത്തിൽ ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്ക വായിക്കുക. അതത് പട്ടണങ്ങളിൽ നിന്നും വരുന്ന എല്ലാ യഹൂദായും കേൾക്കെ നീ അത് വായിക്കണം. പക്ഷേ അവർ യഹോവയുടെ മുമ്പിൽ വീണ് അപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം വിട്ട് തിരിയുമായിരിക്കും. യഹോവ ഈ ജനത്തിന് വിധിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലിയതല്ലോ. ദൈവത്തിൻ്റെ പ്രവചന ശബ്ദം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജനത്തോട് അറിയിക്കുന്ന യിരെമ്യാവ് ജനത്തിൻ്റെ വിടുതൽ മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. എന്നിട്ടും രാജാവും പ്രഭുക്കന്മാരും അവൻ്റെ വാക്ക് കേട്ടില്ല. പ്രതിസന്ധികൾ ഒന്നുമില്ലാത്ത സമയത്ത് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനാൽ കഷ്ടത്തിലായിപ്പോയ അനേകരുണ്ട്. നോഹയുടെ കാലത്തുള്ള ജനം മുന്നറിയിപ്പുകളെ അവഗണിച്ചവരായിരുന്നു. സൊദോം ഗൊമോറയിലെ ജനങ്ങൾ മുന്നറിയിപ്പുകളെ അവഗണിച്ചവരായിരുന്നു. യിരെമ്യാവിൻ്റെ കാലത്തും ദേശത്തിലെ രാജാവും ജനങ്ങളും മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. യിരെമ്യാ പ്രവചനം 38-ാം അധ്യായം 2 മുതൽ 7 വരെ ഉള്ള വാക്യങ്ങളിൽ ഈ നഗരം നിശ്ചയമായി ബാബേൽ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവൻ അതിനെ പിടിക്കും എന്നും യിരെമ്യാവ് സകല ജനത്തോടും പ്രസ്താവിച്ച വചനങ്ങളെ മത്താൻ്റെ മകനായ ശെഫത്യാവും പശൂരിൻ്റെ മകനായ ഗദല്യാവും സെലേവ്യാവിൻ്റെ മകനായ യൂഗലും മൽക്കിയാവിൻ്റെ മകനായ പശൂരും കേട്ടിട്ട് പ്രഭുക്കന്മാർ രാജാവിനോട്, ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നതുകൊണ്ട് അവനെ കൊന്നുകളയണമേ. ഈ മനുഷ്യൻ ഈ ജനത്തിൻ്റെ നന്മയല്ല തിന്മയത്ര അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. സിദെക്കീയ രാജാവ്, ഇതാ അവൻ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു, നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു.
അവർ യിരെമ്യാവെ പിടിച്ച് കാവൽപ്പുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി. കയറുകൊണ്ടായിരുന്നു യിരെമ്യാവെ കുഴിയിൽ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. യിരെമ്യാ പ്രവചനം 38-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഈ സമയത്ത് യിരെമ്യാവിനെ രക്ഷിക്കുവാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവന് ശത്രുക്കളായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുന്നു എന്നതായിരുന്നു യിരെമ്യാവിനെ ശത്രുവായി കാണുവാൻ രാജാവിനെയും പ്രഭുക്കന്മാരെയും ജനത്തെയും പ്രേരിപ്പിച്ചത്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ലോകപ്രകാരം ചിന്തിക്കാം. എന്നാലും ആരാണോ തനിക്ക് പ്രവചന ശബ്ദം നൽകിത്തന്ന് പ്രവചിച്ചിരുന്നത് അവനോട് തന്നെ യിരെമ്യാവ് നിലവിളിക്കുകയാണ്. ചെളിയിൽ താഴ്ന്ന അവസ്ഥയിൽ, നിലവിളിച്ചാൽ ആരും കേൾക്കാത്ത അവസ്ഥയിൽ തൻ്റെ ദൈവത്തോട് അവൻ നിലവിളിച്ചു. അതെ, ആ ചെളിക്കുഴിയിൽ യിരെമ്യാവിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് അവനെ ദൈവം ആശ്വസിപ്പിച്ചു. തൻ്റെ സ്വന്തം വാക്കുകളിൽ യിരെമ്യാവ് പറയുകയാണ്, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു എന്ന്. യിരെമ്യാവിനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് മാറി കടന്നു പോകുന്നവനല്ല ദൈവം. ആ സമയത്ത് തന്നെ രാജാവിൻ്റെ ഒരു ഷണ്ഡനായ ഏബെദ്മേലെക്കിൻ്റെ ചെവിയിൽ യിരെമ്യാവിനെ ചെളിക്കുഴിയിൽ ഇട്ടു എന്ന വാർത്ത കർത്താവ് എത്തിച്ചു. യിരെമ്യാ പ്രവചനം 38-ാം അധ്യായം 7-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാവും പ്രഭുക്കന്മാരും ദൈവവിരോധികളും പ്രവാചകനെ ക്രൂശിക്കുന്നവരും ദൈവഭയം ഇല്ലാത്തവരും ആണെങ്കിലും രാജാവിൻ്റെ ഷണ്ഡനായ ഏബെദ്മേലെക്ക് ദൈവഭയമുള്ളവനായിരുന്നു. അവൻ രാജാവിനോട് വാദിച്ചു. ഷണ്ഡൻ രാജാവിനോട് പറയുകയാണ്, ഈ മനുഷ്യർ യിരെമ്യാവോട് ചെയ്തത് അന്യായമത്രേ. യിരെമ്യാ പ്രവചനം 38-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇത് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം എത്ര പ്രതികൂലത്തിലായിരുന്നാലും, നമ്മുടെ നിലവിളി ശബ്ദം കേൾക്കുവാൻ ആരും ഇല്ലെങ്കിലും, നാം നിലവിളിക്കുന്നത് യേശുവിനോടാണെങ്കിൽ ഇല്ലായ്മയിൽ നിന്നുമുള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനായ ബലമുള്ള ഗോപുരമായ കർത്താവായ യേശു ക്രിസ്തു, അവൻ തന്നെ വന്ന് തന്നെ ആശ്രയിക്കുന്നവരെ, ഇനി അവർ എത്ര വലിയ പ്രതികൂലത്തിലായിരുന്നാലും അവിടെ കടന്നു ചെന്ന് ആശ്വസിപ്പിക്കുകയും അവർ ആയിരിക്കുന്ന കഷ്ടതയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നവനാണ്. ഏബെദ്മേലെക്കിൻ്റെ വാക്ക് കേട്ട രാജാവ്, ആ രാജാവിൽ യഹോവയുടെ ആത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങി. അവൻ 30 ബലവാന്മാരെ അയച്ച് യിരെമ്യാവെ ചെളിക്കുഴിയിൽ നിന്നും രക്ഷിച്ചു. യിരെമ്യാ പ്രവചനം 38-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. കുഴിയുടെ ആഴമോ ചെളിയുടെ അളവോ ഒന്നും ദൈവത്തിനൊരു പ്രശ്നമല്ല. അവൻ നമ്മെ ആശ്വസിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യുവാൻ ശക്തനാണ്. ഒടുക്കം യിരെമ്യാവിനെ ചെളിക്കുഴിയിലിടുവാൻ ശുപാർശ ചെയ്തവർ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ബാബേൽ ചക്രവർത്തിയുടെ മുമ്പിൽ കേഴുകയാണ്. എന്നാൽ അവർക്ക് ബാബേൽ ചക്രവർത്തിയിൽ നിന്നും കരുണ ലഭിച്ചില്ല. യിരെമ്യാവിൻ്റെ വാക്ക് കേട്ട്, യിരെമ്യാവിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച വാക്ക് കേട്ട് പ്രഭുക്കന്മാരും രാജാവും മാനസാന്തരപ്പെട്ടെങ്കിൽ അവർക്ക് ബാബേൽ ചക്രവർത്തിയുടെ മുൻപിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ജീവന് വേണ്ടി യാചിക്കേണ്ടി വരികയില്ലായിരുന്നു. യിരെമ്യാവെ ചെളിക്കുഴിയിലിടുവാൻ സമ്മതം കൊടുത്ത രാജാവിൻ്റെ മക്കളെ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ബാബേൽ രാജാവ് വെട്ടിക്കൊന്നു. അതിനുശേഷം രാജാവിൻ്റെ 2 കണ്ണും ബാബേൽ രാജാവ് കുത്തിപ്പൊട്ടിച്ചു. യഹൂദ രാജ്യത്തിലെ രാജാവായ സിദെക്കിയാവിൻ്റെ 2 കണ്ണുകളും നഷ്ടപ്പെട്ടു. യിരെമ്യാ പ്രവചനം 39-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യിരെമ്യാവിനെ ചെളിക്കുഴിയിൽ നിന്നും കയറ്റുവാൻ രാജാവിനോട് ആവശ്യപ്പെട്ട ഏബെദ്മേലെക്കിനോട് കർത്താവ് പറയുകയാണ്. യിരെമ്യാ പ്രവചനം 39-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ, യിരെമ്യാവിൻ്റെ ദൈവമായ ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ വചനങ്ങളെ ഈ നഗരത്തിന്മേൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ നിവർത്തിക്കും. അന്ന് നീ കാണുക അവ നിവൃത്തിയാകും. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും. നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ വിടുവിക്കും. നീ വാളാൽ വീഴുകയില്ല. നിൻ്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. നീ എന്നിൽ ആശ്രയിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവചനം 39-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചിരുന്ന യിരെമ്യാവിനോട് അകമ്പടി നായകൻ പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെ കുറിച്ച് അനർത്ഥം അരുളി ചെയ്തു.
അരുളി ചെയ്തതുപോലെ യഹോവ വരുത്തി നിവർത്തിച്ചിരിക്കുന്നു. നിങ്ങൾ യഹോവയോട് പാപം ചെയ്ത് അവൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് കൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ നിൻ്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. എന്നോടുകൂടെ ബാബേലിലേക്ക് പോരുവാൻ ഇഷ്ടമുണ്ടെങ്കിൽ പോരുക, ഞാൻ നിന്നെ സംരക്ഷിക്കും. യിരെമ്യാ പ്രവചനം 40-ാം അധ്യായം 2 മുതൽ 4-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഒരു പക്ഷേ ഒരു കോട്ടയ്ക്കകത്താണ് നാമെങ്കിലും അവിടെ കടന്നു വന്ന് നമ്മെ രക്ഷിക്കുവാൻ ശക്തനാണ് കർത്താവായ യേശു ക്രിസ്തു. യിരെമ്യാവിനെ രക്ഷിച്ച കർത്താവ് നമ്മെയും വിടുവിക്കും. യിരെമ്യാവിനെ പോലെ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുകയും അവൻ്റെ പ്രമാണം അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് മാത്രം. അപ്രകാരം കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അരുളപ്പാടുകൾ കേൾക്കുമ്പോൾ അത് തള്ളിക്കളയുവാനിടവരാതെ അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാൻ അടിയനെയും കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. ലോകത്താലുള്ള മാനത്തെക്കാൾ ദൈവത്താലുള്ള മാനത്തെ അധികം സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റി കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.